ഹലോ ഗൈസ്, അപ്പോൾ ഇന്നൊരു കോളേജ് ഡേ വ്ലോഗാണ്. അപ്പോഴത്തേക്കും ഇന്ന് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. രാവിലെ ഇറങ്ങി റെഡിയായി. അപ്പോഴത്തേക്കും അക്കൂട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അക്കൂട്ടൻ രാവിലെ തന്നെ ഓണാണ്. അവൻ്റെ സ്ഥിരമുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് ഈ കാണുന്ന ലേസ്, പച്ച ലേസും പിന്നെ എന്തെങ്കിലും മുട്ടായി ഉണ്ടെങ്കിൽ അതും കഴിക്കും. അതാണ് അവൻ്റെ ഇന്നത്തെയും ബ്രേക്ക്ഫാസ്റ്റ്. അത് കഴിച്ചാൽ പിന്നെ ആൾ ഓണാണ്. ഏതെങ്കിലും ഒരു ബാക്കി ഒരു പാട്ട് കേട്ടാൽ മതി, അവന് ഡാൻസ് കളിക്കണം, ഇടയ്ക്കിടയ്ക്ക് കണ്ണാടി നോക്കണം. ഇതൊക്കെയാണ് അവൻ്റെ എൻ്റർടൈൻമെൻ്റ് എന്ന് പറയുന്നത്. അങ്ങനെ അതൊക്കെ അവിടെ നന്നായിട്ട് നടക്കുന്നുണ്ട്. നമുക്കങ്ങനെ റെഡിയായിട്ട് ഇനി പോയി ഫുഡൊക്കെ എടുക്കണം കോളേജിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചോറ് എടുക്കുവാണ്. ചോറും കറിയൊക്കെ ആവശ്യത്തിന് എടുക്കുന്നുണ്ട്. എൻ്റെ ഫ്രണ്ടും വീട്ടിലുണ്ട്, സോ അവൾക്കും കൂടെ വേണ്ടിയിട്ടുള്ള ചോറാണ് എടുക്കുന്നത്. പിന്നെ കറിയൊക്കെ വെച്ചു. അങ്ങനെ റെഡിയായി സെറ്റായി നമ്മൾ അവിടെ നിന്ന് ഇവർക്ക് ടാറ്റയൊക്കെ പറഞ്ഞ് ഇറങ്ങുവാണ്. ഇറങ്ങി ഇന്നത്തെ മെയിൻ പരിപാടി ഡാൻസാണ്. കണ്ടില്ലേ, ഇരുന്നുകൊണ്ട് തന്നെ അവരങ്ങ് തുടങ്ങി ഡാൻസ്. അങ്ങനെ ഇന്ന് ഫുൾ പ്രാക്ടീസാണ്, ഇന്ന് ക്ലാസ്സൊന്നും ഇല്ല. അപ്പോഴത്തേക്കും കുറച്ചൊക്കെ കളിച്ചപ്പോഴത്തേക്കും നല്ല ടയേർഡായി. പിന്നെന്താ, ഫുഡ് കഴിക്കണമല്ലോ, നമുക്കതാണല്ലോ മെയിൻ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ കുറേ കൂടെ പ്രാക്ടീസ് ചെയ്ത് വൈകിട്ടായാൽ പിന്നെ നമ്മുടെ മെയിൻ എന്ന് പറയുന്നത് ചായ കുടിക്കണം. ഇനി കുറച്ച് ദിവസം കൂടെ ഇല്ലേ ഇങ്ങനെ വൈകിട്ട് ചായയൊക്കെ കുടിക്കാൻ പോകാൻ പറ്റുള്ളൂ എല്ലാവരോടെ ആയിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിനല്ല സ്ഥിരം സ്പോട്ട് എന്ന് പറയുന്നത്, ടീ സ്പോട്ട്. ഇവിടെ ശംഖുമുഖം ബീച്ചിനടുത്തുള്ള ഒരു ടീ സ്പോട്ടാണ്. ഇവിടെയാണ് നമ്മൾ 4 വർഷം കൊണ്ട് വരുന്നത്. അങ്ങനെ അവിടെ ഇപ്പോൾ ജ്യൂസും കൂടെ തുടങ്ങിയിട്ടുണ്ട്. സോ അതിൻ്റെ മെനു ഒക്കെ എടുത്ത് നോക്കുവാണ് നമ്മൾ. എന്നിട്ട് ചായ തന്നെ ഓർഡർ ചെയ്യുള്ളൂ. അങ്ങനെ ചായയും പഴംപൊരിയൊക്കെ വന്നു, അതൊക്കെ നമ്മൾ കുടിച്ചു. ഇതൊക്കെ ഇനി കുറച്ച് ദിവസം കൂടെ അല്ലേ ഉള്ളൂ എന്ന് ഓർക്കുമ്പോൾ കുറച്ച് വിഷമവും ഉണ്ട് ഗൈസ്. അങ്ങനെ ആ വിഷമം ഉണ്ടെങ്കിലും നമ്മളവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ 4 വർഷം കൊണ്ട് 4:30 എന്നുള്ള ടൈം ഉണ്ടെങ്കിൽ കോളേജ് വിട്ടാൽ നമ്മളിവിടെയാണ് ഓടി വരുന്നത് വണ്ടി എടുത്ത് തൊട്ടാണ് നമ്മുടെ കഴപ്പ് തുടങ്ങുന്നത്. പിന്നെ വൈകിട്ടായ ചായ കുടിക്കണം, ഉച്ചയായ ഷാർജ കുടിക്കണം, ഇങ്ങനെ ഓരോ കഴപ്പായി മാറി.